ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോറി പെങ്ങളെ, ഞങ്ങൾ ചുമ്മാ പറഞ്ഞത്. സോറി ദേവ. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും ഇവരെ 4 പേരെ ശല്യം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. എന്നെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇനി മുതൽ ഇവർ ഞങ്ങളുടെ പെങ്ങന്മാരായിരിക്കും. അങ്ങനെയായാൽ നിങ്ങൾക്ക് കൊള്ളാം. എൻ്റെ നന്ദു, നിനക്ക് വായ വെച്ച് ചുമ്മാ ഇരിക്കാൻ പറ്റൂല അല്ലേ? അത് പിന്നെ ദേവേട്ടൻ അറിഞ്ഞൂടെ, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച പിന്നെ എൻ്റെ വായ എൻ്റെ കയ്യിൽ നിൽക്കൂല. അതുകൊണ്ട് ഓരോ പ്രശ്നം നിന്റെ നേരേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അവന്മാര് ചൊന്നിട്ടാണ്. ഇതൊക്കെയല്ലേ കൂടുള്ളത്. എടി പെണ്ണുങ്ങളെ അവളെ സപ്പോർട്ട് ചെയ്യുന്നതിനും കാട്ടി അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? പറയുന്ന ആള് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത പുണ്യാത്മാവല്ലേ. ആദ്യം ദേവേട്ടൻ്റെ അടിപിടി നിർത്തി, എന്നിട്ട് എന്നോട് പറ. ഇപ്പൊ ഞാൻ ആരായി? ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്തോ ചെയ്യും. അങ്ങനെ വഴിക്ക് വാ. അല്ല, ദേവേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നത്? അത് പുറത്ത് ശിവ അലോഷ്യ വന്നിട്ടുണ്ട്. കൂടെ ആദിസാറ് നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാനും കൂടെ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഓ അങ്ങനെ. എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് വന്നതില്ല അല്ലേ? സ്വന്തം ഇഷ്ടമാണ്. അവർ രണ്ടുപേരും വിളിച്ചതുമാണ്. ഓക്കെ, ശരി, നിങ്ങൾ ചെല്ല്. ഞാൻ എൻ്റെ പെണ്ണിനെ ശരിക്കും ഒന്ന് കാണട്ടെ. നീ ഇങ്ങ് വന്നേ. എന്താണ് പതിലും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? എൻ്റെ നന്ദൂസെ, ഞാൻ കാത്തിരുന്ന ചെറ്റ് ഇന്നോ നാളെയായിട്ട് മുംബൈയിലേക്ക് വരും. ആര്? എഡ്വിൻ വെസ്റ്റ്. ഓ, എന്നിട്ട് ദേവേട്ടൻ്റെ പ്ലാൻ എന്താ? അത് പറയാൻ വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പറഞ്ഞോ. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെ ഞാൻ മുംബൈയിലേക്ക് പോകും. എന്ത്? എപ്പോഴാ വരാൻ പറ്റുക എന്നത് പറയാൻ പറ്റില്ല. നന്ദൂസെ, എന്ത് സങ്കടമായി? അല്ല ദേവേട്ടൻ നേരിട്ട് തന്നെ പോണോ? ഏട്ടൻ്റെ സ്റ്റാഫുകളോട് പറഞ്ഞാൽ അവരവനെ തീർക്കുമല്ലോ. അവൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കണടോ. താൻ പേടിക്കണ്ട. പോയതിനേയും കാട്ടി സ്ട്രോങ് ആയി ഞാൻ തിരിച്ചു വരും. എന്നാലും നന്ദു, ഞാനൊന്നും പറയുന്നില്ല. ദേവേട്ടൻ്റെ ഇഷ്ടം. വാ, നമുക്ക് പോവാം. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്ത് ദേഷ്യം? എനിക്കൊന്നുമില്ല. ശരിക്കും? ഞാൻ ദേവേട്ടന് സപ്പോർട്ടല്ലേ. വാ, നമുക്ക് പോവാം. നിൽക്ക്.